ഹലോ ഗൈസ്, ഞാൻ പിന്നെയും പെട്ടിയും കിടക്കെടുത്ത് വീട്ടിലോട്ട് വന്നു കേട്ടോ. എൻ്റെ മെയിൻ ലക്ഷ്യം കിടക്കുന്ന ഇവനാണ്. പിന്നെ എൻ്റെ വീട്ടിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാവേ. ഇവനെ ചുറ്റിപ്പറ്റി കുറച്ച് വാഴയുണ്ട്, മരവാഴയാണ്. പിന്നെ ഇത് ഞങ്ങളുടെ കാപ്പിയാണേ. ഇപ്രാവശ്യം ചൂടായതുകൊണ്ടായിരിക്കും കാപ്പിയുടെ പൂവെല്ലാം പൊഴിഞ്ഞു പോയിട്ട് കാപ്പിക്കുരുവൊന്നുമില്ല. ഇത് വെയിലിൽ കൂടെ പടർന്ന് കിടക്കുന്ന കുമ്പളങ്ങയാണേ, നിറയെ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം. ഇത് തെറ്റിപ്പൂവാണേ. ഇതാ വീണ്ടും ഒരു നൊസ്റ്റാൾജിയ ഐറ്റം. ഇത് പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയല്ലേ. പിന്നെ ആ പ്ലാവിനെ ചുറ്റി കുറേ കുരുമുളകുണ്ട്. കുരുമുളക് തിരിയിട്ട് വരുന്നതേ ഉള്ളൂ, ഇതുവരെ ഒന്നും കാ പിടിച്ചു തുടങ്ങിയിട്ടില്ല. ഇത് ഞങ്ങളുടെ ചേന കൃഷിയാണേ. അതിനിടയ്ക്കും കൂടെ 2 ഉറുപ്പുകൾ താലം കൈമാറുന്നുണ്ട്. പിന്നെ അവരുടെ സ്വകാര്യതയിലേക്കൊന്നും ഒളിഞ്ഞു നോക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ പിന്നെ അവിടെ നിന്ന് സ്കൂട്ടായി. ഇന്ന് നല്ല തെളിഞ്ഞ ക്ലൈമറ്റ് ആയിരുന്നു, വലിയ മഴയൊന്നും വന്നില്ല. വീണ്ടും ഞങ്ങളുടെ കുമ്പളങ്ങ. കോവലിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുമ്പളങ്ങയുണ്ട്. 2 പേരും മിക്സായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ മഞ്ഞ ചെടിയാണേ. ഇത് വേറൊരു മഞ്ഞച്ചെടിയാണേ. രണ്ടും സെയിം കളറാണെങ്കിലും രണ്ടും വെറൈറ്റിയാണ്. ഇത് ചുമന്ന ചെടി. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഞങ്ങളുടെ കപ്പത്തോട്ടമാണേ. കപ്പയുടെ സൈഡിലാണ് ഈ ചെടി നിൽക്കുന്നത്. കുറച്ചേ ഉള്ളൂ. എല്ലാ പ്രാവശ്യവും വന്ന് പന്നി കുത്തിക്കളയും. ഈ പ്രാവശ്യം ഇനി എന്താവുമെന്ന് അറിയത്തില്ല. കുറച്ച് ചേമ്പും പിന്നെ അതിനിടെ കുറച്ച് വഴുതനങ്ങയുണ്ട്. വയലറ്റ് വഴുതനങ്ങ ഇത് കേട്ടോ. കുറേയൊക്കെ പഴുത്തു പോയി. ഇതാരും പറിക്കത്തൊന്നുമില്ല, ഇത് വെറുതെ നിന്ന് പോകത്തേ. പിന്നെ ഞങ്ങളുടെ തൊടിയിലുള്ള പേരയ്ക്കാണ്. കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. ഞാൻ വരുമ്പോഴത്തേക്കും തീരുമല്ലോ, സ്വാഭാവികം. ബാക്കി നാളെ കാണിക്കാവേ.